തേനിലും മധുരം വേദമല്ലാതിന്നേതുണ്ടു ചൊൽത്തോഴ നീ അശ്രദ്ധവേദിയിലെ സത്യങ്ങൾ വായിച്ചു ധ്യാനിക്കുകൻ തോഴ തേനിലും മധുരം വേദമല്ലാതിന്നേതുണ്ടു ചൊൽത്തോഴ നീ അശ്രദ്ധവേദിയിലെ സത്യങ്ങൾ വായിച്ചു ധ്യാനിക്കുകൻ തോഴ മഞ്ഞുപോലോക മഹിമകൾ മുഴുവൻ മാഞ്ഞുടുവിൻ തോഴ ദിവ്യ രഞ്ജിതവചനം ഭഞ്ജിതമാകാൻ ഫലം പൊഴിക്കും തോഴ മഞ്ഞുപോലോക മഹിമകൾ മുഴുവൻ മാഞ്ഞുടുവിൻ തോഴ ദിവ്യ രഞ്ജിതവചനം ഭഞ്ജിതമാകാൻ ഫലം പൊഴിക്കും തോഴ തേനോടു തേരി കൂടതിലെ നൽകേണിതേ നിതിനു സമമോ തോഴ ദിവ്യ തിരുവചനം നിൻ ദുരിതമകറ്റാൻ വഴി പറയും തോഴ തേനോടു തേൻ കൂടതിലെ നൽകേണിതേ നിതിനു സമമോ തോഴ ദിവ്യ തിരുവചനം നിൻ ദുരിതമകറ്റാൻ വഴി പറയും തോഴ ജീവനുണ്ടാക്കും ജഗതിയിൽ ജനങ്ങൾ കതിശുഭമരുളീടും നിത്യ ജീവാത്മസൗഖ്യം ദേവാത്മാവരുളും വഴിപുട്ടാനൂലം ജീവനുണ്ടാക്കും ജഗതിയിൽ ജനങ്ങൾ കതിശുഭമരുളീടും നിത്യ ജീവാത്മസൗഖ്യം ദേവാത്മാവരുളും വഴിതുതാൻ മൂലം മഹാകവി KV സൈമൺ സാർ ഇങ്ങനെ അർത്ഥം വരുന്ന ഒരു ഗാനം രചിച്ചു. അല്ലയോ മഹാരാജാവേ സിയോൻ മണവാളനെ, അങ്ങ് മനുഷ്യവർഗത്തിന് വേണ്ടി അല്ലെങ്കിൽ ന്യായവിധിക്ക് അധീനമായ മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാനായിട്ട് ഈ ലോകത്തിൽ ഒരു കന്യകയിൽ ജനിച്ചു. ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചവനായ ദൈവം ജനിച്ചത് നമുക്കറിയാം കേവലം ഒരു കീറ്റുശീലയിലാണ്. പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്തവനായ ദൈവം ജനിച്ചത് അവൻ ജനിച്ചു കിടന്നത് ഒരു കീറ്റുശീലയിലാണ്.
കർത്താവായ യേശുക്രിസ്തു 33 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിച്ചു. മഹാപരിശുദ്ധനായി തന്നെയാണ് കർത്താവ് ജീവിച്ചത്. സാത്താന്റെ പരീക്ഷണങ്ങളൊക്കെ വന്നപ്പോഴും അവൻ അതിനെയെല്ലാം അതിജീവിച്ച് സാത്താനെ തോൽപ്പിച്ച് അവൻ ജീവിച്ചു. വീണ്ടും നമുക്ക് കാണുവാൻ സാധിക്കും, അവൻ രോഗികളെ സൗഖ്യമാക്കി, അവൻ മരിച്ചവരെ ഉയർപ്പിച്ചു, അനേക അത്ഭുതങ്ങൾ അവൻ ചെയ്തു. അങ്ങനെ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വളരെ വളരെ പരിശുദ്ധനായി അനേക അത്ഭുതങ്ങൾ ചെയ്ത് ജീവിച്ചു. പിന്നെയും കാണുവാൻ സാധിക്കും, ആ വലിയവനായ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും പാവങ്ങൾക്ക് വേണ്ടി ആ പാവ വിഷബാധ നമ്മളിൽ നിന്ന് മാറ്റുവാനായിട്ട് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ആ പാട്ട് ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. കെ വി സൈമൺ സാർ ഇങ്ങനെ ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് ആ പാട്ട് അവസാനിപ്പിക്കുന്നത്. അല്ലയോ ദൈവമേ, അല്ലയോ കർത്താവേ, ഈ ലോകത്തിലെ ഒരു കാശിനും വിലയില്ലാത്ത ലോകമോഹങ്ങളെ ഒന്നും ആശിക്കാതെ ഞാൻ ആ അനശ്വരമായ സ്വർഗത്തിലേക്ക് നോക്കി വിശുദ്ധിയോട് ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഗാനം അവസാനിപ്പിക്കുന്നത്. ശ്രീനരപതിയെ സിയോൻ മണവാളനെ ഈ ഗാനം ആലപിക്കുന്നത് ബ്രദർ ഉണ്ണി തോബിയാസ്. ശ്രീനരപതിയേ സിയോൻ മണവാളനെ, ശ്രീനരപതിയേ സിയോൻ മണവാളനെ, നാശപാത്രമായ ലോകമാകെ ഉദ്ധരിപ്പതിന്നു കന്യകയിൽ ജാതനായി വന്ന്, നാശപാത്രമായ ലോകമാകെ ഉദ്ധരിപ്പതിന്നു കന്യകയിൽ ജാതനായി വന്ന്, ശ്രീനരപതിയേ സിയോൻ മണവാളനെ, ശ്രീനരപതിയേ സിയോൻ മണവാളനെ, గమరి సరి గమ గమగరి గసా ആട്ടിടയർ കൂട്ടമായി വന്ന നേരം ഈറ്റുശീലയിൽ കിടന്ന യേശുദേവ, ആട്ടിടയർ കൂട്ടമായി വന്ന നേരം ഈറ്റുശീലയിൽ കിടന്ന യേശുദേവ, പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ സൃഷ്ടമാം കിടപ്പു കണ്ടു ഞാൻ, പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ സൃഷ്ടമാം കിടപ്പു കണ്ടു ഞാൻ, നമിക്കുന്നേ സിയോൻ മണവാളനെ, ശ്രീനരപതിയേ സിയോൻ മണവാളനെ,
മരിച്ചു കുരിശിൽ നീ ദുഷ്കൃതമാം വിഷവാദ നീക്കുവാനായി തക്കയാഗമായി മരിച്ചു കുരിശിൽ നീ ഇക്കടിയില പാവിയുടെ അക്രമത്തിനുള്ള ശിക്ഷ നിഷ്കളങ്കം നീ വഹിച്ചതാൽ ഇക്കടിയില പാവിയുടെ അക്രമത്തിനുള്ള ശിക്ഷ നിഷ്കളങ്കം നീ വഹിച്ചതാൽ നമിക്കുന്നേ സിയോൻ മണവാളനെ ശ്രീനരപതിയേ സിയോൻ മണവാളനെ గమరి సరి గమ గమ గరి గస കുഷ്ഠരോഗികൾക്കു നല്ല സൗഖ്യമേകി ദൃഷ്ടി പോയവർക്കു ഭാവാൻ കാഴ്ച നൽകി കുഷ്ഠരോഗികൾക്കു നല്ല സൗഖ്യമേകി ദൃഷ്ടി പോയവർക്കു ഭാവാൻ കാഴ്ച നൽകി നഷ്ടജീവനായ ലാസർ 4 നാൾ കഴിഞ്ഞുയർത്തു പുഷ്ടരായ 1000 ജനം നഷ്ടജീവനായ ലാസർ 4 നാൾ കഴിഞ്ഞുയർത്തു പുഷ്ടരായ 1000 ജനം അഞ്ചപ്പത്താൽ സിയോൻ മണവാളനെ ശ്രീനരപതിയേ സിയോൻ മണവാളനെ ശ്രീനരപതിയേ സിയോൻ മണവാളനെ ശ്രീനരപതിയേ സിയോൻ മണവാളനെ. ആദാമേ നീ എവിടെ, മനുഷ്യ നീ എവിടെ? ദൈവം ആദ്യമായിട്ട് മനുഷ്യനോട് ചോദിച്ച ഒരു ചോദ്യമാണിത്. ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു, സകല ലോകത്തിനും അധിപതിയാക്കി വെച്ചു. എന്നാൽ ആ മനുഷ്യൻ പാപം ചെയ്ത് ദൈവസന്നിധിയിൽ നിന്ന് മാറി. അപ്പോൾ ഏദൻ തോട്ടത്തിലേക്ക് യഹോവയായ ദൈവം ഇറങ്ങി വന്ന് ചോദിക്കുകയാണ്, ആദാമേ നീ എവിടെ, മനുഷ്യ നീ എവിടെ? അപ്പോൾ ആദാം ഒരു മരത്തിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അവന് വലിയവനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുവാൻ അവന് കഴിഞ്ഞില്ല. അവന്റെ പാപം അതിനെ സമ്മതിച്ചില്ല. അങ്ങനെ മനുഷ്യർ ദൈവത്തിൽ നിന്നും അകന്ന് ജീവിച്ചു. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ വലിയവനായ ദൈവം നമ്മളെ തേടി വന്നു. ആ ദൈവം മരത്തിന് പിന്നിൽ മറഞ്ഞിരുന്ന മനുഷ്യരെ വീണ്ടെടുക്കുവാനായിട്ട് അവൻ മരത്തിന്മേൽ തൂങ്ങി. അവൻ നമ്മുടെ പാവങ്ങളെ വഹിച്ച് അവൻ നമുക്ക് വേണ്ടി മരിച്ചു. ഇന്ന് ദൈവം ചോദിക്കുകയാണ്, മനുഷ്യ നീ എവിടെ? ദൈവം നമ്മളെ ഓരോരുത്തരെയും അവന്റെ മക്കളാക്കി തീർക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആ വലിയവനായ ദൈവം ഇന്ന് രാത്രികാലം നമ്മളോട് ചോദിക്കുകയാണ്, മനുഷ്യ നീ എവിടെ, മനുഷ്യ നീ എവിടെ? ഈ ഗാനം നമുക്കായി ആലപിക്കുന്നത് ബ്രദർ ഷാജു.